നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചേറെ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്രീം ആയിട്ടോ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഗ്ലിസറിൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഫേസിലെ ഡ്രൈനസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഗ്രേറ്ററിൻ്റെ ചെറിയ കള്ളിയിലൂടെ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1/4 ക്യാരറ്റാണ്. ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 സ്പൂണോ 2 സ്പൂണോ ക്യാരറ്റ് മാത്രം മതി. അപ്പം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്ന 1 സ്പൂൺ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് 1 സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ 2 സ്പൂണൊക്കെ ഇടാവുന്നതാണ്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. അത് ഞാൻ 2 സ്പൂൺ റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് 1 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ആ ഒരു ക്യാരറ്റിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ആ ഒരു ഗ്ലിസറിനിലേക്കും റോസ് വാട്ടറിലേക്കും ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ സോക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി സോക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. സോക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് ചെറിയ ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അരിച്ചെടുക്കുക. ഒട്ടും തന്നെ തരി അതിലേക്ക് വീഴാതെ ശ്രദ്ധിക്കുക. അതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഓറഞ്ച് കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ കയ്യിലില്ലാത്തവർക്ക് ഇതിന് പകരം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആൽമണ്ട് ഓയിൽ ഞാൻ ഒരു 1/2 സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് 1 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. ഇത് ഫേസ് പാക്ക് ആയിട്ടോ നൈറ്റ് ക്രീം ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് ക്രീമി ടെക്സ്ചറിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ അലോവേര ജെൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആയി പൊക്കോളും. ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അതേപോലെ നമുക്കിത് ഒരു 7 ദിവസത്തേനൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഫേസ് പാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്രീം ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലാണ് യൂസ് ചെയ്യേണ്ടത്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളൊരു 35 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ടോൺ ചേഞ്ച് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കിതൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ടും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.